ദൈവത്തെ അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ജീവിതം സെറ്റ് കവനൻറ്റ്, ലൈഫ് സെറ്റ് ദി കവനൻറ്റ്. ഇനി ഞാൻ കവനൻ്റൽ ലൈഫാണ് ഫോളോ ചെയ്യണത്. ആ ദൈവത്തിൻ്റെ ആനുകൂല്യം എന്ന് പറഞ്ഞതിനേക്കാളുപരി ദൈവം തന്നെയാണ് ഇതിൻ്റെ ആനുകൂല്യമെന്ന് ഞാൻ പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തോറ്റാലും ജയിച്ചാലും ഒരേ നിലവാരത്തിൽ ദൈവത്തിൻ്റെ കൂടെ വിശ്വസ്തയോടെ മുന്നേറും. ഈ മുന്നേറ്റം അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ദൈവത്തിന് നമ്മളെ വിശ്വാസമാകും. അപ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ ഫ്രണ്ട്ലി ആകണത്. കമ്മ്യൂണിക്കേഷൻ നമ്മൾ പറയണതെല്ലാം ദൈവം കേൾക്കും, ദൈവം പറയണത് നമ്മൾ കേൾക്കും. ഇങ്ങനെ അങ്ങ് പോകുന്ന ലൈഫുണ്ട്. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ വേറൊരു സാക്ഷ്യം ഉണ്ടായി. പുണ്യ എന്നും പറഞ്ഞ കുഞ്ഞ്, നിങ്ങൾ സാക്ഷ്യം കേട്ട് കാണാം, ഇട്ടിട്ടുണ്ട്, അപ്പിയരുണ്ട്. അത് ഇവർ IAM മെറിറ്റിൽ കയറിയ ആളാണ്. നിങ്ങൾക്കറിയാലോ IAM എന്ന് പറയുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്, ഭയങ്കര IAS പോലെ റാങ്കിലുള്ളതാണ്. കുറേ അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉണ്ട്. ഇതുപോലെ ഈ ഫോറസ്റ്റിന് IFSR എന്നൊക്കെ പറയത്തല്ലേ, അപ്പം അതുപോലെ തന്നെയുള്ള സർവീസാണ് IAM. ഈ മാനേജ് ഇക്കണോമിക്, ഫൈനാൻസ്, ടാക്സേഷൻ ഇങ്ങനെയുള്ള മേഖലയിലാണ് ഇത്. മാനേജ്മെൻറ്റ് കോഴ്സാണിത്. ഇതിന് നമുക്ക് അഡ്മിഷൻ കിട്ടിയാൽ തന്നെ അപ്പം തന്നെ ജോലി ഉറപ്പാകും. അപ്പം IAM കയറി പറയുന്നത് ഭയങ്കര പാടാണ്. കാര്യം MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫസ്റ്റ് റാങ്കാണ്. ഫൈനാൻസ് ആൻഡ് ടാക്സേഷൻ കൊമേഴ്സിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയ സ്റ്റുഡൻ്റാണ് പുണ്യ. പക്ഷേ പുണ്യ ഫസ്റ്റ് റാങ്ക് കിട്ടിയെങ്കിലും പുണ്യയെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ IAM പോകാനുള്ള കൊതിയുണ്ട്. പക്ഷേ അവിടെ നിന്ന് വെച്ചാൽ കോമ്പറ്റീഷനാണ്. കാര്യം ഈ ഓൾ ഇന്ത്യ എക്സാമാണത്. ചിലപ്പോൾ 8 ലക്ഷം പേര് എഴുതും, ചിലപ്പോൾ 5 ലക്ഷം പേര് എഴുതും. മെറിറ്റ് സീറ്റ് പോലും 2500 ഉള്ളൂ. ഈ 3 ലക്ഷം പേര് എഴുതിയാലും 8 ലക്ഷം പേര് എഴുതിയാലും മെറിറ്റ് സീറ്റ് എന്ന് പറയണത്, യോഗ്യതയിൽ കയറണത് സീറ്റ് 2500 ഉള്ളൂ. അപ്പോൾ ഇന്ത്യ മുഴുവനുമുള്ള ആൾക്കാർ 8 ലക്ഷം ആൾക്കാർ 5 ലക്ഷം ആൾക്കാരായിട്ട് കോമ്പറ്റ് ചെയ്യണം. അതിൽ 2500 കയറി വരണം, പാടാണ്. അത്തരം ഇടിപെട്ട് ടെസ്റ്റുകളാണ് ഉള്ളത്. പക്ഷേ ഇവളതുകൊണ്ട് പുണ്യ പറയും, ഉടമ്പടി എടുത്തിട്ട് പറയും, അമ്മ ഞാൻ അടുത്ത കൊല്ലം എഴുതാം, എനിക്ക് ഇപ്പോൾ തന്നെ ആംബിയർ ഇല്ലെന്ന് പറയും. അതാണ് ഫസ്റ്റ് പോയിൻ്റ്. എന്താണ്? അടുത്ത കൊല്ലം കാറ്റ് എക്സാമിനാണ് പോകേണ്ടത്. അതായത് അത് അടുത്ത കൊല്ലം എഴുതാം, എനിക്ക് ഒരു കൊല്ലം ഞാൻ പഠിച്ചിട്ട് അടുത്ത കൊല്ലം എഴുതാം. ഇപ്പോഴത്തെ അടുത്ത കൊല്ലത്തിനെ ഒക്കുമെന്ന് അറിയത്തില്ല, കാര്യം ഹൈ കോമ്പറ്റീഷൻ അല്ലേ ഈ സംഭവം. പക്ഷെ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തോന്നി ഈ ഒരു കൊല്ലം വെറുതെ കളയണ എന്താ, എഴുതി നോക്കാമെന്ന് പറയും. ഒരു കൊല്ലം വെറുതെ കളയണ എന്താ, എഴുതി നോക്കാമെന്ന് പറയും. അങ്ങനെ IAM പരീക്ഷയ്ക്ക് പോകും. IAM പരീക്ഷയ്ക്ക് പോയി കഴിഞ്ഞിട്ട് അപ്പോൾ 2 ആഴ്ച സംബന്ധിച്ചിടത്തോളം 2 ആഴ്ച ഈ ഇംഗ്ലീഷ് ഇവർക്ക് ഭയങ്കര ഫ്ലുവൻ്റാണ്. പക്ഷെ മാത്സിൻ്റെ അകത്ത് വരുമ്പോൾ വെള്ളം കുടിക്കും. അപ്പം അതുകൊണ്ട് മാത്സ് എന്തുമാത്രം അവസാനം അത് തലക്കയറാത്തൊരവസ്ഥ വന്നു. അപ്പോൾ ഇവൾ അമ്മയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അമ്മയോട് പറയും, അമ്മ എൻ്റെ IAM ഓണർ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കും. അതായത് കമ്മ്യൂണിക്കേഷൻ ഫ്രണ്ട്ലി എന്ന് പറയണത്. അമ്മ IAM ഓണർ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കതിന് എന്നെ ബോധ്യപ്പെടുത്തുമെന്ന് പറയും. അമ്മ അവിടെ ഉണ്ടെന്നുള്ളതിനെ എന്നെ ബോധ്യപ്പെടുത്തുന്നത് പറയും. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ പോകണം. അമ്മ അവിടെ ഉണ്ട്, പരീക്ഷാ ഹാളിൽ ഉണ്ടെന്ന് എന്നെ ബോധ്യപ്പെടുത്തണമെന്ന് പറയും. അതിന് ഇവൾ 3 കണ്ടീഷൻസ് അമ്മയോട് വെക്കും. എന്താ വെക്കണം? ഒന്നാമത്തെ കണ്ടീഷൻസ്, എൻ്റെ ഇൻവിജിലേറ്റർ അമ്മയുടെ കളറിൽ ബ്ലൂവിൽ വരണം. പിന്നെ എൻ്റെ ബയോമെട്രിക്സിൽ എൻ്റെ ഇൻവിജിലേറ്റർ അയാൾ ഗ്രീനിൽ വരണം. എനിക്ക് അവിടെ തന്നെ കമ്പ്യൂട്ടറിൽ 7 എന്ന് പറഞ്ഞ നമ്പർ ഉണ്ടാകണം. എങ്കിൽ ഈ പരീക്ഷ അമ്മ എഴുതുമെന്ന് ഞാൻ മനസ്സിലാക്കുമെന്ന് പറയും. ഇതാണ് ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. നിങ്ങൾ നോക്കിയാൽ ഉടമ്പടി എന്ത് റേഞ്ചാണെന്ന് നോക്കിയേ. ഇങ്ങനെ വളരുകയാണ് മനുഷ്യരെ. ഉടമ്പടി ഒപ്പം ദൈവമായിട്ട് വിളിപ്പുറത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫിക്സ് ചെയ്തിട്ട് ഇവരുടെ ടേംസിലേക്ക് അമ്മ വരണ ഭയങ്കര രസമാണ്. ഇവർ ചെല്ലുമ്പോൾ എക്സാം ഹോളിലോട്ട് ചിലപ്പോൾ തന്നെ ഇൻവിജിലേറ്റർ ഈ പറഞ്ഞിരിക്കുന്ന ബ്ലൂ കളറിലേക്ക് വരും. അതിൻ്റെ ആ എക്സാം കഴിഞ്ഞതിന് ശേഷം ബയോമെട്രിക്സ് ചെല്ലുമ്പോൾ അയാൾ ഗ്രീനിൽ ഇങ്ങോട്ട് വരും, ഗ്രീൻ ഷർട്ടൊക്കെ ഇട്ട് വരും. കമ്പ്യൂട്ടർ ചെല്ലുമ്പോൾ കമ്പ്യൂട്ടർ എന്താ അവൾ 7 എന്നാ പറയണത്,
7 എന്ന് അവൾ പറഞ്ഞാൽ ഞാൻ 7 എന്ന് അമ്മയോട് പറയാൻ കാര്യം 7 അല്ലേ അമ്മയുടെ ഡേറ്റ്, അമ്മ പ്രത്യക്ഷപ്പെട്ടത് 7 അല്ലേ, അതാണ് വിഷയം. അതുകൊണ്ടാണ് എൻ്റെ കമ്പ്യൂട്ടറിൽ 7 നമ്പർ ഉണ്ടാകണം. അപ്പോൾ നോക്കി കമ്പ്യൂട്ടർ കൊടുത്തപ്പോൾ 1771 ഇത്രയും ക്ലിയറാണ്. പിന്നെ ഇവൾ പെട്ടെന്ന് എഴുതി, ആ എല്ലാ കാര്യം പ്രോസസ്സെല്ലാം കഴിഞ്ഞ് ആ സ്വന്തം മെറിറ്റിൽ കയറിയിരിക്കുക പെട്ടെന്ന് ആൾ. ആദ്യമായിട്ടാണ് ഒരു IAM ഈ ഉടമ്പടിയിലൂടെ മെറിറ്റിൽ വരുന്ന സാക്ഷ്യമുള്ളത്.